ഇന്ന് ജൂൺ 21 തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഒന്നാണല്ലോ ഉള്ളൊഴുക്ക്. സിനിമയുടെ ആദ്യ പ്രദർശനം കേരളത്തിൽ പൂർത്തീകരിക്കുകയാണ്. ആദ്യ പ്രതികരണങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ക്രിസ്റ്റോ ടോമിയുടെ സംവിധാനത്തിൽ പാർവതി ഉർവശി എന്നിവർ പ്രധാന റോളുകളിലെത്തിയ മലയാളത്തിൽ ഏറ്റവും പുതിയ ഇമോഷണൽ ഫാമിലി ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ് ഉള്ളൊഴുക്ക്. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ, ഒപ്പം തന്നെ പ്രിവ്യൂ റിപ്പോർട്ട്സ് എല്ലാം തന്നെ ശരിവെച്ചതുപോലെ തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ആദ്യ ഷോയ്ക്ക് ശേഷം സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഒരു വെള്ളപ്പൊക്ക കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയിലെ പ്രധാന കണ്ടന്റ് എന്താണെന്ന് ട്രെയിലർ കാണുമ്പോൾ തന്നെ വ്യക്തമായതാണ്. മോളിവുഡിലെ ഈ 2024 വർഷത്തിലെ ബ്രില്യന്റ് സിനിമകളിൽ ഒന്ന്, ഒപ്പം തന്നെ പാർവതി ഉർവശി എന്നിവരുടെ അതിഗംഭീര മികച്ച പ്രകടനം, വാക്കുകൾക്ക് അതീതമായ മികച്ച പ്രകടനം, കൂടാതെ ക്രിസ്റ്റോ ടോമിയുടെ സംവിധാനം, സുഷിന്റെ സംഗീതം, ഒപ്പം തന്നെ ചിത്രത്തിന്റെ ടെക്നിക്കൽ വശങ്ങളുടെ മികവെല്ലാം തന്നെയാണ് സിനിമയെക്കുറിച്ച് പ്രധാനമായിട്ടും പോസിറ്റീവായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ചിത്രത്തിന്റെ ഇന്റർവെല്ലിനും ഒപ്പം തന്നെ ക്ലൈമാക്സ് രംഗങ്ങൾക്കും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സ് എല്ലാം തന്നെ അടങ്ങിയ സിനിമയാണ് ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ഇതിനിടയിലെ നെഗറ്റീവ് എന്ന് പറയാനായിട്ടാവില്ല എങ്കിൽ പോലും സിനിമയുടെ ഒരു നറേഷൻ എല്ലാം തന്നെ സ്ലോ ആണ്. ഒരു സ്ലോ പേസ് ഫാമിലി ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന സിനിമ കൂടിയാണ് ഉള്ളൊഴുക്ക്. ചിത്രത്തിലെ ഇമോഷണൽ രംഗങ്ങൾ ഉൾപ്പെടെയുള്ള പല രംഗങ്ങളും കഠിന ഹൃദയഹാരികളുടെ മനം ഉലയ്ക്കാനുള്ള സാധ്യതകൾ വരെയുണ്ട്. 2 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള സിനിമയ്ക്ക് ഒരു പെർഫെക്റ്റ് ഡ്യൂറേഷൻ കൂടിയുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ ക്രിസ്റ്റോ ടോമിയുടെ കറിയാൻ്റെ സൈനയുടെ നെറ്റ്ഫ്ലിക്സ് സീരീസിന് ശേഷമുള്ള ഏറ്റവും പുതിയ മലയാളം സിനിമ ഇനി തിയേറ്ററുകളിലെ ബോക്സ് ഓഫീസിൽ എത്രത്തോളം മികച്ചൊരു ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് നിലവിൽ നാം ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ തന്നെ സിനിമ മികച്ചൊരു ബുക്കിംഗ് നേടിയെടുത്തിട്ടുണ്ട്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്.